മലപ്പുറത്ത് നിപയ്ക്ക് പിന്നാലെ എംപോക്സ് കൂടി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം അവലോകന യോഗം ചേരും. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച ആളുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ള 30 പേർ നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ആരോഗ്യമന്ത്രിയൊക്കെ നേരിട്ട് നിരീക്ഷണം നടത്തുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ജാഗ്രതയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. രണ്ട് അസുഖങ്ങളുടെ ഒരു മുൻകരുതലിലേക്ക് നമ്മൾ നിൽക്കേണ്ട സമയമാണിത്. എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഇപ്പോൾ ഈ എംപോക്സ് സ്ഥിരീകരിച്ച യുവാവിന് എങ്ങനെയുണ്ട്? സുജ, നിപ്പയുടെ വിഷയത്തിൽ മലപ്പുറം ജില്ല ആശ്വാസത്തിന്റെ തീരത്തേക്ക് അടുക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ട് ഈ എംപോക്സ് കൂടി സ്ഥിരീകരിക്കുന്നത്. മലപ്പുറം എടവണ്ണ ഒതായ സ്വദേശിയായിട്ടുള്ള 38-കാരാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയാണ്. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. മാത്രമല്ല, ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ട്രേസ് ചെയ്യാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള 23 പേരാണ് മൂപ്പരുമായി നേരിട്ട് ഈ യുവാവുമായി രോഗം ബാധിച്ച എംപോക്സ് സ്ഥിരീകരിച്ച യുവാവുമായി നേരിട്ട് ഇടപഴകിയിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ ഈ മാസം 13-നാണ് ഇയാൾ വിദേശത്തു നിന്നും ദുബായിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി നാട്ടിലേക്ക് എത്തുന്നത്. വിദേശത്തു നിന്നും സമാനമാരുതിൽ ഇയാളുമായി അടുത്ത ഇടപഴകി 7 ആളെ കൂടി നിരീക്ഷണത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കരിപ്പൂർ എയർപോർട്ടിലെത്തിയ ഇയാൾ പിന്നീട് ഒരു ടാക്സി വാഹനത്തിലാണ് നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലേക്ക് എത്തിയാൽ ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് തിങ്കളാഴ്ചയാണ് ചികിത്സയ്ക്കായി എത്തുന്നത്. അതിനു മുമ്പ് തന്നെ നാട്ടിലെ ഒരു ക്ലിനിക്കിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇയാളുമായി അടുത്ത ഇടപഴകിയ 23 പേരെയാണ് ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവർക്ക് ആർക്കും തന്നെ ഈ ഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ രോഗം പകരുകയാണെങ്കിൽ സ്വാഭാവികമായും പനി അടക്കമുള്ള രോഗലക്ഷണങ്ങളാണ് ആദ്യത്തിൽ ഉണ്ടാവുക. പിന്നീട് ശരീരത്തിൽ ചിക്കൻ പോക്സിന് സമാനമായ തടുപ്പുകൾ അനുഭവപ്പെടുകയും ചെയ്യും. അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇയാളൊപ്പം സമ്പർക്കം പുലർത്തിയ ആർക്കും ഉണ്ടായിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ എംപോക്സുമായി എത്തിയ സാഹചര്യത്തിൽ തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇയാൾ ഒരു സെൽഫ് ക്വാറന്റൈൻ പാലിച്ചിരുന്നു. വീട്ടിലുള്ള ആളുകളുമായും അതുപോലെ തന്നെ മറ്റു പലരുമായുമുള്ള അടുത്തിടപഴകുന്നതിനൊക്കെ തന്നെ ഇയാൾ അകലം പാലിച്ചിരുന്നു. സ്വന്തമായി ഒരു ശുചിമുറി സ്വയം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇയാൾ മാറിയിരുന്നു. അതും രോഗവ്യാപനത്തെ വലിയ തോതിൽ പ്രതിരോധിച്ചിട്ടുണ്ടാകുമെന്നത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, അടുത്ത ഇടപഴകിയാൽ മാത്രം വായുവിലൂടെ കോവിഡ് പോലെ അല്ലെങ്കിൽ H1N1 പോലെ വലിയ തോതിൽ വായുവിലൂടെ ഈ രോഗം പകരില്ല. മറിച്ച് അടുത്ത ഇടപഴകുന്നതിലൂടെയാണ് രോഗം പകരാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് രോഗം നിയന്ത്രിക്കാനാകുമെന്നത് തന്നെ വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവലോകന യോഗം ചേരും. സംസ്ഥാനത്ത് ആകമാനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് വിദേശത്ത് നിന്ന് എത്തുന്ന ആളുകളൊക്കെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ രോഗം സംശയിക്കുകയാണെങ്കിൽ അവരെ നിരീക്ഷണത്തിലാക്കേണ്ടതിനടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ഗവൺമെൻറ് ആശുപത്രികളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി. ഓരോ ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 30 പേരെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ പ്രൈമറി കോൺടാക്റ്റുകളായി തന്നെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ നിരീക്ഷണത്തിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്. സുജ.